ഞാപ്പോ അവിടുന്ന് വരുന്നുണ്ടിട്ട് നിന്നാണ്. അല്ല എവിടുന്ന് വരുന്നേ? എന്നോട് പറയാ പച്ചിക്ക് പുല്ലില്ല. എല്ലായിടത്ത് പോയപ്പോ ഒക്കെ ഉണങ്ങി കടിച്ചിക്കണേ, നല്ല വെയിലല്ലേ. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞ് ആശാത്താടെ പോയിക്കോ, അവിടെ വൈക്കോലുണ്ടാവും പറഞ്ഞു. അപ്പൊ പച്ചിക്ക് കൊടുക്കാലോ. അപ്പൊ അവിടെ ചെന്നപ്പോ വൈക്കോലും ഇല്ല. അല്ല എന്റെ ആശാത്തോടക്ക് പോക്കുണ്ടായിന്. അതൊരു സംഗതി വേറെ തന്നെ. ഇമ്മപ്പോ 6 മാസമായില്ലേ ആശാത്താർക്ക് പോയിട്ട്. ഇന്നലെ പോയി. അപ്പൊ എന്താച്ചാണ്ടാ ആശാത്താന്റെ മോളുണ്ടായിരുന്നു ഇവിടെ. മോളും എന്താണ് കെട്ടിയോനും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞു, അപ്പൊ ഉമ്മാട് പറഞ്ഞു നിങ്ങൾ ഇനിയിപ്പോ വരാന്ന്. അപ്പൊ ആളായില്ലേ പണിക്കൊക്കെ. അതല്ല എന്നോട് നോക്കാനാ ആശാത്താന്റെ മരുകളുണ്ടല്ലോ, മൈമൂന അവിടെ ഉണ്ടല്ലോ. എന്നോട് പറയാം ആശാത്താന്റെ ഒരു ദിവസം ആശാത്താ ഉമ്മാണ്ട് പറയുമ്പോ ഞാനും കേട്ടതാട്ടോ. ഞാൻ ഒരു ദിവസം പോയപ്പോ അപ്പൊ ഒരു ദിവസം ഉമ്മാട് ഈ കഥ പറയാണ്. ഒരു ദിവസം എന്താണ് ആശാത്താന്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞ് ഇമ്മ ഇവിടെ പെര നേരാക്കാണ്, അപ്പൊ ഞങ്ങൾക്കൊരു വാടക വരെ വേണോ ഇപ്പൊ അല്ലെനിക്ക് മക്കൾക്കൊക്കെ നിക്കാന്. അപ്പൊ ഉമ്മ അടുത്തേക്ക് പറഞ്ഞു. ആശാദ പറഞ്ഞു ഇജ്ജെന്തിനാ വേറെ പെരയൊക്കെ നോക്കണത്, ഇവിടെ വന്ന് നിന്നൂടെ. അപ്പൊ മരിയോളും പറഞ്ഞു അയ്മൂന അതേ 1-2 ദിവസമൊക്കെ ഇവിടെ നിക്കാലോ. അപ്പൊ ഉമ്മ അപ്പൊ ഒരു ആശാത്ത പറഞ്ഞു 1-2 ദിവസം അല്ലേടി, കുറേ ദിവസം നിന്നോട്ടെ. അപ്പൊ ആശാത്താന്റെ മോള് പറഞ്ഞു അത് ശരിയാവൂല ഉമ്മ, ഞങ്ങൾക്ക് ഇവിടെ വാടക നോക്കട്ടെ പറഞ്ഞു. അപ്പൊ ആശാത്ത് പറഞ്ഞു അത് പറ്റൂല ഇച്ചിരി പോരേ പറഞ്ഞു. അപ്പൊ എന്നാ മോള് വരാന്ന് പറഞ്ഞപ്പോ എന്നോട് പറയാ ആശാത്താന്റെ മരുവോക്ക് എന്നും തലവേദന. ഇത് കണ്ടപ്പോ തലവേദന. ഇനി ഒരു ഡോക്ടറെ കാണിക്കാത്തില്ല, വൈദ്യന്മാരെ കാണിക്കാത്തില്ല, വൈദ്യന്മാരെ കാണിക്കാത്തില്ല, ഈ പെണ്ണേട്ടിന് തലവേദന മാറുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞത്രേ എന്താണ് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളെ മോൾക്കും മരുമോനക്കും ലോട്ടറി അടിച്ചിക്കണ്, 5-6 മാസം കഴിഞ്ഞിട്ട് കിട്ടും. വലിയൊരു വാടക വീട് മേടിച്ചിട്ട് മാറാൻ പറഞ്ഞു. അത് ഇവര് ആശാത്ത ചെന്നിട്ട് പെരേ പറഞ്ഞു. ലോട്ടറി അടിച്ചിക്കണെന്ന് കണ്ടപ്പോ ആശാത്താന്റെ മരോളെ തലവേദന എടുക്കാ പോയിന്നറിയില്ല വാവാ. അങ്ങനെ അപ്പോ ഓള് പറഞ്ഞു എന്തിനാണ് അവിടെ ഇവിടെയൊക്കെ താമസിക്കണത്, ഇമ്മ ഇവിടെ വന്ന് താമസിച്ചോടെ, ഇക്കിപ്പോ തലവേദന ഒക്കെ മാറിക്കണ് ഉമ്മ, ഓരോടുണ്ട് വരാൻ പറയ്, അളിയനോടുണ്ട് വരാൻ പറയ്, താത്താനോടുണ്ട് വരാൻ പറയ്. അപ്പൊ ആശാത്ത പറയണ്ട ഉമ്മാനോട് വെളവത്തി കണ്ടില്ലേ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോ ഓളെ തലവേദന മാറി. അല്ലാത്തപ്പോ ഓൾക്ക് തലവേദനയാണ്. അപ്പൊ ആശാത്ത പറഞ്ഞത്രേ ഓരവിടെ കൊടുന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാനാ, ഓർക്ക് തിന്നാനും കൊടുക്കാനൊക്കെ വേണ്ടേ, അതിനെന്താ ഇത് വളൊക്കെ നമുക്ക് പണയം വെക്കാ വിൽക്കൊക്കെ ചെയ്യാ. എനിക്ക് ലോട്ടറി അടിച്ചിട്ട് അത് മേടിക്കാനൊന്നല്ലട്ടാ, ഒരു വേണമെങ്കിൽ വലിയ വില കെട്ടിക്കോട്ടെ, ഞാൻ എന്റെ തലവേദന ആയ കാരണമാണ് ഒന്നും ഉണ്ടാങ്ങിയത് പറഞ്ഞു. അങ്ങനെ എന്നോട് പറയാ വാവാ ഒരു വന്നിട്ടാ ഒരിവിടെ വന്ന് 5-6 മാസം അവിടെ നിക്കണ്ടേ ഇന്ന്. അപ്പൊ അതിന് മഴക്കാലം ചെയ്യുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ പെരപ്പണി കഴിയും ചെയ്യും, ഓടിടാൻ എന്തൊക്കെ ഉള്ളൂ. അങ്ങനെ ഈ പെണ്ണേത്തി മയോളം എന്താ വെച്ചാണ്ടാ താത്താ തിന്നോളി, അളിയാ തിന്നോളി, മക്കളെ തിന്നോളി എന്നിട്ട് പെണ്ണേത്തി ഇടക്കിടക്ക് പെരേ പോവും. അവിടുന്ന് പാപ്പാന്റെ അടുത്ത് കായ് മേടിച്ചോണ്ട് വരും, ഇവർക്ക് കൊടുക്കും. ഇവരെ സോപ്പിട്ടാടി ലക്ഷങ്ങളല്ലേ ലോട്ടറി അടിച്ചിരിക്കുന്നത്, അതിനിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊറേ 6 മാസമാവാൻ നേരത്ത് ഇവര് പെരപ്പണിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇവര് അറിഞ്ഞ് അത് ഇവൾക്ക് അറിയില്ലല്ലോ പെരപ്പണിയാന്നുള്ളത്. അപ്പൊ ഇവള് അറിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ലോട്ടറി കിട്ടാത്തതെന്ന് ഇവൾക്ക് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഓളെ വെച്ച് എല്ലാ താത്ത ലോട്ടറി ഒന്നും കിട്ടിയില്ലേ ചോദിച്ചു. അപ്പോളെ ഒരു മേപ്പോട്ടൊക്കെ എന്ത് ലോട്ടറി, അപ്പൊ ലോട്ടറിയോ ഞങ്ങള് നാളെ പോവുകയാണ്, ഞങ്ങള് പെരപ്പണി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ നിങ്ങക്ക് ലോട്ടറി കിട്ടിയില്ലേ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങക്ക് ലോട്ടറി ഒന്നും കിട്ടിയിട്ടില്ല, ആരും എന്നോട് ഈ ലോട്ടറി കിട്ടിയെന്നാണ് അറിഞ്ഞു പറഞ്ഞു. അപ്പൊ ഇമ്മല്ലേ പറഞ്ഞത് പറഞ്ഞു. ഞങ്ങക്ക് ലോട്ടറി കിട്ടില്ല വെച്ചിട്ട് ഓരാണ്ട് പോയി. അല്ല ആശാത്ത പറഞ്ഞല്ലേ ഈ പെണ്ണേത്ത് പറഞ്ഞത്ര, എന്നാലും ഇമ്മ നിങ്ങള് വല്ലാത്ത ചതിയ ചെയ്ത് പറഞ്ഞിട്ട് ആശാത്താനായിട്ട്
കട്ട് വന്നിക്കണം അപ്പൊ ഇവൾക്കൊന്നും പറയാൻ പറ്റില്ല ലാസ്റ്റ് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ലോട്ടറിന്ന് ഇറങ്ങി പറഞ്ഞ പാട് ഇവള് വണ്ടി വരാൻ പാടുണ്ടാ നിന്റെ ഉമ്മാനോട് ഉമ്മ അറിയാണ് എന്താണ് ആശാത്താനോട് എത്ര ആയാലും പെൺകുട്ടികള് ഇപ്പൊ 2 ദിവസം വന്നു വെച്ച് ഇവളിങ്ങനെ ഇതാക്കാൻ പാടുണ്ടാ എങ്ങനെയെങ്കിലും പണ്ടത്തെ കാലത്തൊക്കെ കുഞ്ഞാപ്പോ എല്ലാരും ഒന്നിച്ചിട്ട് നിൽക്കും എല്ലാരും നല്ലപോലെ നിൽക്കും ഇന്നത്തെ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് 1-2 ദിവസം കഴിഞ്ഞാൽ ഒരിക്കൽ എളുപ്പം മാപ്പിളാരാണ്ട് ഉണ്ടാവണം അപ്പൊ അവർക്ക് വേറെ പോണം അപ്പൊ അവർക്ക് തലവേദനയാണ് അപ്പൊ അവർക്ക് വേറെ പോണം അപ്പൊ അവർക്ക് ഈ പെറ്റി വളർത്തിയ ഉമ്മാനൊന്നും അവർക്ക് ഒന്നല്ല പിന്നെ കുട്ടികളായിട്ടുണ്ടെങ്കിലും അപ്പ ചെക്കന്മാരെ പറഞ്ഞ് മൂപ്പിച്ചിട്ട് ചെക്കന്മാരാണ് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒരു കാലോചിച്ചൂടെ കുറെ കാലം കഴിഞ്ഞ് ഓരോ മക്കളും വലുതാവൂലേ മാവാ അപ്പൊ ഓർക്കും ഇങ്ങനെ ഗതികേട് വരൂലേ അതൊന്നും ഓർക്കണില്ലാന്ന് പറഞ്ഞ് എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനോട് പറയണ്ടായിരുന്നു കേട്ടോ മാവാ എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഒരു പോയി അതിന്റെ ശേഷമാണ് ഇപ്പൊ ഉമ്മ ഓരോടക്കും ഇപ്പൊ പോകുന്നത് അല്ലേ അപ്പൊ കുറച്ച് അടിച്ചോരാൻ പാത്രം മോരാനൊക്കെ എല്ലാം ഉള്ളൂ അതിനോട് അതിന്റെ പിറ്റേന്ന് ഓളോടക്കും പോയത്രേ ഞാനേ നോമ്പൊക്കെ അല്ലേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാണ് പൈസയും പോയി വളയും പോയി എല്ലാതും പോയി ഞാൻ പറഞ്ഞത് അധിക വിളവന്മാർക്ക് അങ്ങാടിയിൽ എത്ര അരി എന്നാ ഞാൻ പോട്ടെ എന്നാ ശരിട്ടാ